ഞാൻ ഹാൻഡ് എംബ്രോയിഡറീനെ കൊണ്ട് ഒരു ബോർഡർ ലൈൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ബോർഡർ ലൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാം. അത് നമ്മളെ സാരീൻ്റെ ബ്ലൗസിൻ്റെ കയ്യിൻ്റെ മുകളിൽ ഒക്കെ ചെയ്ത് കൊടുത്താൽ, ചുരിദാറിൻ്റെ കയ്യിൻ്റെ മുകളിലൊക്കെ ഈ ഡിസൈൻ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ട്. ഇത് വേറെ കളർ നൂല് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ വയലറ്റും മഞ്ഞയും ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതേമാതിരി ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കയ്യിൻ്റെ ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഞാനൊരു വര വരച്ച് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. കറുപ്പ് പെൻസിലുകൊണ്ട് അതേമാതിരി ലൈൻ വരച്ച്, അപ്പോൾ ലൈനായിട്ട് കയ്യിൻ്റെ ബോർഡറിലൊക്കെ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വയലറ്റ് കളർ, ലൈറ്റ് വയലറ്റ് കളറിലെ നൂലാണ് ഞാൻ ഇതിനെടുത്തത്. ആദ്യം 3 കളർ നൂല് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ലൈറ്റ് നൂല് ചെയ്ത് കൊടുക്കുക. സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലൈന് ഫുള്ളായിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റെമ്മിലാണ് ഞാൻ ബോർഡർ ചെയ്യുന്നത് മിക്കവാറും. സ്റ്റെം സ്റ്റിച്ചിൽ ബോർഡർ ചെയ്ത് കൊടുക്കുക. ഈ ലൈൻ ഇതുവരെ ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേമാതിരി ഒരു വയലറ്റ് കളർ കൊണ്ട് ഞാനത് സ്റ്റെം സ്റ്റിച്ചിൽ ലൈൻ ചെയ്ത്, അടുത്ത ഈ മഞ്ഞ കളർ കൊണ്ട് ചെയ്തെടുക്കും. അടുത്ത ചേർന്നും കൊണ്ട് വേണേൽ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞ് തുടങ്ങാനുള്ള പുളിയുടെ സമാധാനം ഉണ്ടാവില്ല. ഇതേമാതിരി ഞാൻ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കും. ചേർന്നും കൊണ്ട് ചെയ്തെടുക്കണേ, അടുപ്പിച്ചിട്ട്. ഇതേമാതിരി സ്റ്റെമ്മ് ചെയ്തെടുക്കും. പിന്നെ ലൈന് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കും. അതേമാതിരി ലൈന് ഈ അടുത്തത് ഈ വയലറ്റ് ആദ്യം നമ്മൾ ചെയ്ത കളർ കൊണ്ട് തന്നെ ഒരു ലൈനും കൂടെ അടുപ്പിച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ 3 ലൈന് ചെയ്തെടുക്കണം. സ്റ്റെം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. ആണെന്നുണ്ടാവും വിചാരിക്കുന്നത്. അങ്ങനെ വന്നു. ഇതേപോലെ വന്നു. അതേമാതിരി ഇതുവരെ ചെയ്തെടുക്കണം. ഇവിടെ നിൽക്കണ്ടോ, ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു.
അടുത്ത് ചെയ്യുന്നത് അടുത്തതായി സീക്വൻസ് ഇത് അടുത്ത് വെച്ച കണ്ടോ, ഈ സീക്വൻസ് കൊണ്ട് വർക്ക് ഇതവിടെ കണ്ടു. ഇവിടെ ആദ്യം ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ചെയ്തെടുക്കുക. ഇത് 6 രയിലാണ് നൂലെടുത്ത് 6 സ്റ്റെൻസിൽ. അപ്പം എന്നാലും ഒരു ഇതിൻ്റെ കൂടെ സീക്വൻസ് പുറത്തെടുക്കുന്നുണ്ട്. സീക്വൻസ് പുറത്തെടുത്തിട്ട് വെച്ചിട്ട് ഇതേമാതിരി ഒരു ഫ്രഞ്ച് നോട്ടിട്ട് ഉള്ളു. പണിയുണ്ട് ഫ്രഞ്ച് നോട്ട്. ഇനി അടുത്ത ഒരു പൂവ് വാരി ഇതിൻ്റെ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി വന്നു. ഇനി അടുത്ത വേറൊരു സീക്വൻസ് എടുത്തിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ട് ഇതേമാതിരി എടുത്തിട്ട് ഒരു എടുത്ത് കുത്തിയെടുക്കുക. പിന്നെ അടുത്തത് ഒന്നും കൂടെ ഒരു സീക്വൻസും കൂടെ അടുപ്പിച്ച് ഫ്രഞ്ച് നോട്ടാണ് ഇടുന്നത്. ഇനി അടുത്ത ഇവിടെ ഒരു റൗണ്ട് ഫുള്ളായിട്ട് നടുക്കിലൊന്നും ചുറ്റും 6 വെച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ 3 കൂടെ ചെയ്തെടുക്കുന്നത്. ഒന്നും കൂടെ ഇവിടെ ചെയ്ത് ഇതേമാതിരി വന്നു. ഇതിന് അടുത്ത് കുറച്ച് വിട്ടിട്ടായിട്ട് ഇവിടെ അങ്ങനെ ചെയ്തെടുക്കുക. ഇതേമാതിരി റൗണ്ടിൽ ചെയ്തെടുക്കുക. നടുക്കിലായി കുറച്ച് വിട്ടിട്ട് ഒന്ന് ചെയ്ത് അങ്ങനെ ചെയ്ത് കാണിക്കും. ഇതിൻ്റെ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക.
ഒരു സീക്വൻസ്, 2 സീക്വൻസ് കൂടെ വെച്ചെടുക്കണം. ഒന്നും കൂടെ ഈ സൈഡിൽ വെച്ചെടുക്കണം. ഇതേമാതിരി ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് തയ്ച്ചെടുക്കുക. ഇത് ഈ അറ്റം വരെ തയ്ച്ചെടുക്കണം. അതേമാതിരി ഞാൻ ലൈൻ എടുത്തു കൊണ്ട് പൂമാതിരി ചെയ്ത് ഇനി എടുത്ത് ചെയ്യുന്നതായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞ നൂലാണ് എടുത്തത്. 6 സ്റ്റാൻഡ്സിലാണ് നൂലെടുത്തത്. അങ്ങനെ ചെയ്യുക വെച്ചാൽ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ആദ്യം ഇത് അവിടെ ചെയ്യുക, ഈ അറ്റത്ത് ചെയ്ത് കൊടുക്കുക. ഡേയ്സീൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ അതെടുക്കുക. ആ ചെയിൻ സ്റ്റിച്ച് എന്നും പറയാം. ചെയിൻ സ്റ്റിച്ചിൻ്റെ വലുത് അതേമാതിരി ചെയ്തെടുക്കുക. അടുത്തത് ഈ ഗ്യാപ്പ്, ഇത് അവിടെ ഉള്ള ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ചെയ്തെടുക്കുക. ആറ് സ്റ്റാൻഡ്സിലാട്ടോ നൂലെടുത്ത് ഇത് ഈ ഗ്യാപ്പിൽ ചെയ്തെടുക്കുക. ഇതേമാതിരി ഇവിടെയൊക്കെ ചെയ്ത് ഈ ഗ്യാപ്പിലൊക്കെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തു. ഇനി അടുത്തത് വയലറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചില്ല, കാണിച്ചു തരാം ചെയ്യുന്നത്. ഈ 2 സൈഡിലും കൊടുക്കുക. ചെറുതായിട്ട് ഇതുമാതിരി ഈ സൈഡിലും കൊടുക്കുക. ഇതേമാതിരി എല്ലാത്തിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. ഏറ്റവും വരെ ചെയ്ത് കൊടുക്കുക. ഈ ഇതിൻ്റെ ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ടാവും.